സെൻറ്റർ ഓഫ് അക്കൗണ്ട്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് ഓവർ സബ്സ്ക്രിപ്ഷനാണ്. ഷെയറിലെ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓവർ സബ്സ്ക്രിപ്ഷൻ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് the application received on issue of shares or debentures exceed the number of shares or debentures that the company intended to allot. ഇപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനോ ഡിവഞ്ചേഴ്സിനേക്കാൾ കൂടുതൽ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കമ്പനി അലോട്ട് ചെയ്യാൻ തീരുമാനിച്ചതിനേക്കാൾ കൂടുതൽ ഷെയറോ ഡിവഞ്ചേഴ്സോ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് ഇൻ വെൽ മാനേജ്ഡ് ആൻഡ് ഫിനാൻഷ്യലി സ്ട്രോങ് കമ്പനീസ്. അപ്പോൾ ഇവിടെ ഓവർ സബ്സ്ക്രിപ്ഷൻ സംഭവിക്കുന്നത് വെൽ മാനേജ്ഡ് ആൻഡ് ഫിനാൻഷ്യലി സ്ട്രോങ് കമ്പനികളിൽ മാത്രമേ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവാറുള്ളൂ. In such a case, it becomes necessary to refuse allotment or to some applicant. അപ്പോൾ ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്ന കേസിൽ എക്സസ് ആയി വന്ന തുക നമ്മൾ എന്ത് ചെയ്യണം, റിഫ്യൂസ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ ദിസ് പർപ്പസ് എ കമ്പനി ക്യാൻ ഫോളോ എനി ഓഫ് ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ കമ്പനിക്ക് താഴെ പറയുന്ന കേസിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഫോളോ ചെയ്യാം. ഒന്നാമത്തെ കേസ്, അക്സെപ്റ്റിംഗ് ദ റിക്വേർഡ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ദ ഷെയർസ് ഇൻ ഫുൾ ആൻഡ് ടോട്ടലി റിജക്റ്റിംഗ് ദ റിമൈനിങ് ആപ്ലിക്കേഷൻ. ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യാം, ഫുൾ എമൗണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് എക്സസ് ആയി വന്ന തുക നമുക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. രണ്ട്, മേക്കിംഗ് അലോട്ട്മെൻറ്റ് ടു ഓൾ ആപ്ലിക്കൻറ്റ് ഓൺ സം ബേസിസ് വിച്ച് ഈസ് നോൺ ആസ് പ്രോറേറ്റ അലോട്ട്മെൻറ്റ്. രണ്ടാമത്തെ കേസ്, പ്രോറേറ്റ അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. മൂന്ന്, ടോട്ടലി റിജക്റ്റിംഗ് സം ആപ്ലിക്കേഷൻ ആൻഡ് മേക്കിംഗ് പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ടു ദ റിമൈനിങ് ആപ്ലിക്കൻറ്റ്. ഇപ്പോൾ ടോട്ടലി റിജക്റ്റിംഗ് സം ആപ്ലിക്കേഷൻ, കുറച്ച് ആപ്ലിക്കേഷൻ ടോട്ടലി റിജക്റ്റ് ചെയ്യാം, ബാലൻസ് പ്രോറേറ്റിൽ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തെ കേസ്, ഗിവിങ് ഫുൾ അലോട്ട്മെൻറ്റ് ടു സം ആപ്ലിക്കൻറ്റ്. കുറച്ച് ആപ്ലിക്കൻറ്റിന് ഫുൾ അലോട്ട്മെൻറ്റ് നടത്താം. ടോട്ടലി റിജക്റ്റിംഗ് സം അതർ ആപ്ലിക്കൻറ്റ്, കുറേ ആപ്ലിക്കൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. ആൻഡ് മേക്കിംഗ് പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ടു ദ റിമൈനിങ് ആപ്ലിക്കൻറ്റ്, ബാലൻസ് വരുന്ന ആപ്ലിക്കൻറ്റിന് പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കേസാണ് പറയുന്നത്, അക്സെപ്റ്റിംഗ് ദ റിക്വേർഡ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഫുള്ളി ആൻഡ് റിജക്റ്റിംഗ് ദ റിമൈനിങ് ആപ്ലിക്കേഷൻ ആണ്. ഒരു എക്സാമ്പിൾ പറയുന്നു, ഇഫ് എ കമ്പനി വിച്ച് ഇൻവൈറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ 10,000 ഷെയർസ് റിസീവ് ആപ്ലിക്കേഷൻ ഫോർ 12,000 ഷെയർസ് ആണ്. ഇപ്പോൾ ഒരു കമ്പനി അപ്ലൈ ചെയ്ത് പബ്ലിക്കിനെ സബ്സ്ക്രൈബ് ചെയ്ത് 10,000 ഷെയറാണ് ഇഷ്യൂ ചെയ്തത്. പക്ഷേ ഇവിടെ ആപ്ലിക്കേഷൻ കിട്ടിയിരിക്കുന്നത് 12,000 ഷെയറിനാണ്. ഡയറക്ടേഴ്സ് മേ ടോട്ടലി റിജക്റ്റ് ദ ആപ്ലിക്കേഷൻ ഫോർ 2,000 ഷെയർസ്. നമുക്കറിയാം 2,000 ഷെയർ ഇവിടെ എക്സസ് ആണ്, അധികമാണെന്നറിയാം. അപ്പോൾ കമ്പനിയുടെ ഡയറക്ടേഴ്സ് 2,000 ഷെയർ റിജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് അലോട്ട് 10,000 ഷെയർസ് ടു ദ റിമൈനിങ് ആപ്ലിക്കൻസ്. ബാക്കി 10,000 ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യാനും തീരുമാനിച്ചു. ഇൻ ദിസ് കേസ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് റിജക്റ്റഡ് ആപ്ലിക്കേഷൻ മസ്റ്റ് ബി റീഫണ്ട് പാസ് ദ ഫോളോയിങ് എൻട്രി. നമുക്കറിയാം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഷെയർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ റീഫണ്ട് ചെയ്യുമ്പോൾ എൻട്രി നേരെ തിരിക്കുന്നു എന്നുള്ളതാണ്. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ആണ്. ക്ലിയർ ആണല്ലോ. ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ആപ്ലിക്കേഷനാണ്. അത് റിട്ടേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുമ്പോഴുള്ള എൻട്രി എന്ന് പറയുന്നത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ആണ്. ഓക്കെ. രണ്ടാമത്തെ കേസാണ് പ്രോറേറ്റ അലോട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ പ്രോറേറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ സച്ച് എ കേസ് the shares are over subscribed, no application is fully accepted or fully rejected എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യില്ല, നോ ആപ്ലിക്കേഷൻ ഈസ് ഫുള്ളി ആക്സെപ്റ്റഡ്. ഈച്ച് ആപ്ലിക്കൻറ്റ് ഗെറ്റ് അലോട്ട്മെൻറ്റ് ഫോർ സെർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് ബേസിസ് ഓൺ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ ടു ദ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് കമ്പനി ഇൻറ്റൻഡഡ് ടു അലോട്ട്. അതായത് പ്രോറേറ്റ അലോട്ട്മെൻറ്റിൽ നോ ആപ്ലിക്കേഷൻ ഈസ് ഫുള്ളി ആക്സെപ്റ്റഡ് ഓർ ഫുള്ളി റിജക്റ്റ് ആണ്. ഒരു ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയോ ഫുള്ളായിട്ട് റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ എത്രത്തോളം ഷെയറാണ് ഒരു ആപ്ലിക്കൻ്റ് എത്ര ഷെയർ അപ്ലൈ ചെയ്തു, ആ അപ്ലൈ ചെയ്തതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യും, ഷെയർ അലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് കാൾഡ് എ പ്രൊപ്പോർഷനേറ്റ് ഓർ പ്രോറേറ്റ അലോട്ട്മെൻറ്റ്. അതായത് 5 ഷെയർ വെച്ചവർക്ക് 3 ഷെയർ കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ, അവർ എത്ര ഷെയറിനാണോ അവർ അപ്ലൈ ചെയ്ത് ആ അപ്ലൈ ചെയ്ത ഷെയറിൻ്റെ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ഓർ പ്രൊപ്പോർഷനേറ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. The excess of application money received will be possible to adjust in allotment or call money. ഇപ്പോൾ എക്സസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മണി പ്രോറേറ്റയിലാണെങ്കിൽ റിട്ടേൺ ചെയ്യില്ല, റീഫണ്ട് ചെയ്യില്ല. അത് ഏതിൽ അഡ്ജസ്റ്റ് ചെയ്യും, അലോട്ട്മെൻറ്റ് മണിയിലോ കോൾ മണിയിലോ അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് പറയാൻ. ഓക്കെ. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ശരത് ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each to the public. Application ₹1 on allotment, 2 on first call and 4 on second and final call. Applications were received 14,000 shares. All the amount due received except the second call money
ഓൺ 300 ഷെയർസ്. എല്ലാ എമൗണ്ടും വിളിച്ചു. പക്ഷേ സെക്കൻഡ് കാൾ വിളിച്ച സമയത്ത് 300 ഷെയർ എടുത്തിരിക്കുന്ന ഒരാൾ അതിൻ്റെ എമൗണ്ട് അടച്ചിട്ടില്ല. പാസ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കേസസ് വെൻ ആപ്ലിക്കേഷൻ ഫോർ 4000 ഷെയർസ് റിജക്റ്റഡ്. അതായത് എക്സസ് വന്ന 4000 ഷെയർ റിജക്റ്റ് ചെയ്യുന്ന കേസിന് എഴുതണം. വെൻ ഷെയർസ് ആർ അലോട്ടഡ് ഓൺ പ്രോറേറ്റ ബേസിസ്. പ്രോറേറ്റ ബേസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് 1 നമുക്ക് നോക്കാം. അതായത് 4000 ഷെയറിൻ്റെ റീഫണ്ട് ചെയ്യുന്ന കേസാണ്. അപ്പോൾ 10000 ഷെയറിനാണ് നമ്മൾ പബ്ലിക്കിനെ എന്ത് ചെയ്തത്, ഓഫർ ചെയ്തത്. 14000 ആപ്ലിക്കേഷൻ കിട്ടിയതുകൊണ്ട് ആദ്യത്തെ എൻട്രി നമ്മൾ 14000 വെച്ച് എഴുതും. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ 14000 × 1. ആപ്ലിക്കേഷൻ എമൗണ്ട് 1 രൂപയാണ്. 14000 × 1 14000 രൂപ. എന്നാൽ നമ്മൾ ഡ്യൂ ആക്കുന്നത്, അതായത് ക്യാപിറ്റലിലോട്ട് മാറ്റുന്നത് 10000 ഷെയറിനെ മാറ്റത്തുള്ളൂ. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 10000 × 1 10000 എന്ന് എഴുതുന്നു. ഓക്കെ. അടുത്ത നമുക്ക് 4000 ഷെയർ എക്സസ് വന്നത് നമുക്കറിയാമല്ലോ. നമുക്കത് എന്ത് ചെയ്യണം, റീഫണ്ട് ചെയ്യണം, തിരിച്ചു കൊടുക്കണം, റിജക്റ്റ് ചെയ്യണം. ഒന്നാമത്തെ കേസ് റീഫണ്ട് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. അപ്പോൾ വരുന്ന എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 4000 × 1 4000 തന്നെ വരുന്നു. അടുത്ത അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്നു. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 10000 ഷെയറിന് എത്ര രൂപ വെച്ചാണ്, 3 രൂപ വെച്ചിട്ടാണ് അലോട്ട്മെൻറ്റ്. അപ്പോൾ 10000 × 3 30000 രൂപ. അടുത്ത റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ്. എമൗണ്ട് മാറ്റമൊന്നുമില്ല, കാരണം അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല അവിടെ. അപ്പോൾ അത് ആ എമൗണ്ട് അതേപോലെ തന്നെ, ഡ്യൂ ആയ എമൗണ്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്നു. അടുത്ത ഫസ്റ്റ് കാൾ മണി ഡ്യൂ ആവുന്നു. ഷെയർ ഫസ്റ്റ് കാൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 10000 ഷെയറിന് 2 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 10000 ഷെയറിന് 2 രൂപ വെച്ച് 10000 × 2 20000. അത് റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫസ്റ്റ് കാൾ 10000 × 2 തന്നെ 20000. മാറ്റങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ മണി ഡ്യൂ ആകുമ്പോൾ 4 രൂപ വെച്ചിട്ടാണ്. 10000 × 4 40000. അത് റിസീവ് ചെയ്യുമ്പോൾ കോൾസിൻ എറർ ഉണ്ട്. അപ്പോൾ കോൾസിൻ എറർ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്കറിയാം ബാങ്ക് അക്കൗണ്ട് അറ്റർ കോൾസിൻ എറർ അക്കൗണ്ട് അറ്റ് ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കാളാണ്. അപ്പോൾ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ 40000 രൂപയാണ്. കോൾസിൻ എറർ എന്ന് പറഞ്ഞാൽ 300 ഷെയറിനാണ്. 300 ഷെയറിന് സെക്കൻഡ് കാളിൻ്റെ എമൗണ്ട് എത്രയാണ്, 4 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 300 × 4 1200. 40000 1200 തമ്മിലുള്ള ഡിഫറൻസ് 38800 രൂപ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസ് ക്ലിയർ ആണ്. ഇനി സെക്കൻഡ് കേസ് പ്രോറേറ്റയിലാണ് നമ്മൾ പറയുന്നത്. പഴയ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഷെയർ ആപ്ലിക്കേഷൻ 14000 ഷെയറിന് 1 രൂപ വെച്ച് 14000 തന്നെ എഴുതുന്നു. നമ്മൾ ഡ്യൂ ആക്കുന്നത് 10000 ഷെയറിനേ ഉള്ളൂ. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ 10000 × 1 10000. അടുത്ത അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്നു. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ 10000 × 3 30000. കാരണം ഇവിടെ റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല. കാരണം ഇത് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റീഫണ്ടിൻ്റെ എൻട്രി ഇടാത്തത്. 10000 × 3 30000 തന്നെ. നമ്മളിനി അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് അറ്റർ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ബാങ്ക് അക്കൗണ്ട് അറ്റർ ഷെയർ ആപ്ലിക്കേഷനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം, റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ ആണ് എൻട്രി. ആ ആപ്ലിക്കേഷൻ മണിയാണ് ക്യാൻസൽ ആക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്, ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പ്രോറേറ്റയിൽ ആപ്ലിക്കേഷനെ കൊണ്ട് ഡെബിറ്റ് ചെയ്ത് വെക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് അറ്റർ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഷെയർ അലോട്ട്മെൻറ്റ്. പഴയതുപോലെ തന്നെയാണ്. 10000 ഷെയറിന് നമ്മൾ 3 രൂപ വെച്ച് നമ്മൾ എഴുതിയായിരുന്നു, 30000 ഡെബിറ്റ് ചെയ്തു. ആപ്ലിക്കേഷൻ മണി നമുക്കറിയാം എക്സസ് ആയിട്ട് വന്നത് 4000 ആണ്. ആപ്ലിക്കേഷൻ്റെ തുക 1 രൂപയാണ്. അപ്പോൾ 4000 × 1 4000 എഴുതി. അപ്പോൾ 30000 4000 തമ്മിലുള്ള ഡിഫറൻസ് ബാങ്കിലേക്ക് 26000 രൂപ നമ്മൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലേ? എമൗണ്ട് 26000 എഴുതുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രോറേറ്റ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. പ്രോറേറ്റയിൽ നമ്മൾ റീഫണ്ട് ഇല്ല, അത് നമ്മൾ ഏതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് നമുക്കറിയാം റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് ആണെന്നറിയാം. പക്ഷേ ഇവിടെ ആപ്ലിക്കേഷൻ മണിയും കൂടെ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ആപ്ലിക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഏത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ് റിസീവ് ചെയ്തപ്പോൾ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റിനകത്ത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റർ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ. അടുത്ത ഫസ്റ്റ് കാൾ മണി ഡ്യൂ ആവുന്നു 2 രൂപ വെച്ച്. ഷെയർ ഫസ്റ്റ് കാൾ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ 10000 × 2 20000. അടുത്തത് റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫസ്റ്റ് കാൾ 10000 × 2 തന്നെയാണ് 20000 രൂപ. അടുത്ത സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ മണി ഡ്യൂ ആവുന്നു. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 10000 × 4 40000 രൂപ. അടുത്ത ഇനി നമ്മളത് റിസീവ് ചെയ്യുമ്പോൾ കോൾസിൻ എറർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് അറ്റർ കോൾസിൻ എറർ അക്കൗണ്ട് അറ്റർ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ 40000 തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നു. 300 ഷെയറിന് 4 രൂപ വെച്ചിട്ടാണ്. നമുക്ക് 1200 രൂപ നമുക്ക് എന്ത് ചെയ്യാം, കോൾസിൻ എറിയറിലോട്ട് ഡെബിറ്റ് ചെയ്യാം. ബാലൻസ് 38800 രൂപ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരികയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, വെൽക്കം ടു ഓൾ. സെൻറ്റർ ഓഫ് അക്കൗണ്ട്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് ഓവർ സബ്സ്ക്രിപ്ഷനാണ്. ഷെയറിലെ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓവർ സബ്സ്ക്രിപ്ഷൻ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച്
the application received on issue of shares or debentures exceed the number of shares or debentures that the company intended to allot. ഇപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനോ ഡിവഞ്ചേഴ്സിനേക്കാൾ കൂടുതൽ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കമ്പനി അലോട്ട് ചെയ്യാൻ തീരുമാനിച്ചതിനേക്കാൾ കൂടുതൽ ഷെയറോ ഡിവഞ്ചേഴ്സോ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് ഇൻ വെൽ മാനേജ്ഡ് ആൻഡ് ഫിനാൻഷ്യലി സ്ട്രോങ് കമ്പനീസ്. അപ്പോൾ ഇവിടെ ഓവർ സബ്സ്ക്രിപ്ഷൻ സംഭവിക്കുന്നത് വെൽ മാനേജ്ഡ് ആൻഡ് ഫിനാൻഷ്യലി സ്ട്രോങ് കമ്പനികളിൽ മാത്രമേ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവാറുള്ളൂ. In such a case, it becomes necessary to refuse allotment or to some applicant. അപ്പോൾ ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്ന കേസിൽ എക്സസ്സായി വന്ന തുക നമ്മൾ എന്ത് ചെയ്യണം, റിഫ്യൂസ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ ദിസ് പർപ്പസ് എ കമ്പനി ക്യാൻ ഫോളോ എനി ഓഫ് ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ കമ്പനിക്ക് താഴെ പറയുന്ന കേസിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഫോളോ ചെയ്യാം. ഒന്നാമത്തെ കേസ്, അക്സെപ്റ്റിംഗ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ദ ഷെയർസ് ഇൻ ഫുൾ ആൻഡ് ടോട്ടലി റിജക്റ്റിംഗ് ദ റിമൈനിങ് ആപ്ലിക്കേഷൻ. ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യാം, ഫുൾ എമൗണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് എക്സസ്സായി വന്ന തുക നമുക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. രണ്ട്, മേക്കിംഗ് അലോട്ട്മെൻറ്റ് ടു ഓൾ ആപ്ലിക്കൻറ്റ് ഓൺ സം ബേസിസ് വിച്ച് ഈസ് നോൺ ആസ് പ്രോറേറ്റ അലോട്ട്മെൻറ്റ്. രണ്ടാമത്തെ കേസ് പ്രോറേറ്റ അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. മൂന്ന്, ടോട്ടലി റിജക്റ്റിംഗ് സം ആപ്ലിക്കേഷൻ ആൻഡ് മേക്കിംഗ് പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ടു ദ റിമൈനിങ് ആപ്ലിക്കൻറ്റ്. ഇപ്പോൾ ടോട്ടലി റിജക്റ്റിംഗ് സം ആപ്ലിക്കേഷൻ, കുറച്ച് ആപ്ലിക്കേഷൻ ടോട്ടലി റിജക്റ്റ് ചെയ്യാം, ബാലൻസ് പ്രോറേറ്റിൽ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തെ കേസ്, ഗിവിങ് ഫുൾ അലോട്ട്മെൻറ്റ് ടു സം ആപ്ലിക്കൻറ്റ്. കുറച്ച് ആപ്ലിക്കൻറ്റിന് ഫുൾ അലോട്ട്മെൻറ്റ് നടത്താം. ടോട്ടലി റിജക്റ്റിംഗ് സം അതർ ആപ്ലിക്കൻറ്റ്, കുറേ ആപ്ലിക്കൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. ആൻഡ് മേക്കിംഗ് പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ടു ദ റിമൈനിങ് ആപ്ലിക്കൻറ്റ്, ബാലൻസ് വരുന്ന ആപ്ലിക്കൻറ്റിന് പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കേസാണ് പറയുന്നത്, അക്സെപ്റ്റിംഗ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഫുള്ളി ആൻഡ് റിജക്റ്റിംഗ് ദ റിമൈനിങ് ആപ്ലിക്കേഷൻ ആണ്. ഒരു എക്സാമ്പിൾ പറയുന്നു, ഇഫ് എ കമ്പനി വിച്ച് ഇൻവൈറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ 10,000 ഷെയർസ് റിസീവ് ആപ്ലിക്കേഷൻ ഫോർ 12,000 ഷെയർസ് ആണ്. ഇപ്പോൾ ഒരു കമ്പനി അപ്ലൈ ചെയ്ത് പബ്ലിക്കിനെ സബ്സ്ക്രൈബ് ചെയ്ത് 10,000 ഷെയറാണ് ഇഷ്യൂ ചെയ്തത്. പക്ഷേ ഇവിടെ ആപ്ലിക്കേഷൻ കിട്ടിയിരിക്കുന്നത് 12,000 ഷെയറിനാണ്. ഡയറക്ടേഴ്സ് മേ ടോട്ടലി റിജക്റ്റിംഗ് ദ ആപ്ലിക്കേഷൻ ഫോർ 2,000 ഷെയർസ്. നമുക്കറിയാം 2,000 ഷെയർ ഇവിടെ എക്സസ് ആണ്, അധികമാണെന്നറിയാം. അപ്പോൾ കമ്പനി ഡയറക്ടേഴ്സ് 2,000 ഷെയർ റിജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് അലോട്ട് 10,000 ഷെയർസ് ടു ദ റിമൈനിങ് ആപ്ലിക്കൻസ്. ബാക്കി 10,000 ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ഇൻ ദിസ് കേസ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് റിജക്റ്റഡ് ആപ്ലിക്കേഷൻ മസ്റ്റ് ബി റീഫണ്ടഡ് പാസ് ദ ഫോളോയിങ് എൻട്രി. നമുക്കറിയാം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഷെയർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ റീഫണ്ട് ചെയ്യുമ്പോൾ എൻട്രി നേരെ തിരിക്കുന്നു എന്നുള്ളതാണ്. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ആണ്. ക്ലിയർ ആണല്ലോ. ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ആപ്ലിക്കേഷനാണ്. അത് റിട്ടേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുമ്പോഴുള്ള എൻട്രി എന്ന് പറയുന്നത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ആണ്. ഓക്കെ. രണ്ടാമത്തെ കേസാണ് പ്രോറേറ്റ അലോട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ പ്രോറേറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ സച്ച് എ കേസ് the shares are over subscribed, no application is fully accepted or fully rejected എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യില്ല, നോ ആപ്ലിക്കേഷൻ ഈസ് ഫുള്ളി ആക്സെപ്റ്റഡ്. ഈച്ച് ആപ്ലിക്കൻറ്റ് ഗെറ്റ് അലോട്ട്മെൻറ്റ് ഫോർ certain number of shares basis or number of shares applied for to the number of shares of company intended to allot. അതായത് പ്രോറേറ്റ അലോട്ട്മെൻറ്റിൽ നോ ആപ്ലിക്കേഷൻ ഈസ് ഫുള്ളി ആക്സെപ്റ്റഡ് ഓർ ഫുള്ളി റിജക്റ്റഡ് ആണ്. ഒരു ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയോ ഫുള്ളായിട്ട് റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ എത്രത്തോളം ഷെയറാണ് ഒരു ആപ്ലിക്കൻ്റ് എത്ര ഷെയർ അപ്ലൈ ചെയ്തു, ആ അപ്ലൈ ചെയ്തതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യും, ഷെയർ അലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് കാൾഡ് പ്രൊപ്പോർഷനേറ്റ് ഓർ പ്രോറേറ്റ അലോട്ട്മെൻറ്റ്. അതായത് 5 ഷെയർ ചോദിച്ചവർക്ക് 3 ഷെയർ കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ, അവർ എത്ര ഷെയറിനാണോ അവർ അപ്ലൈ ചെയ്ത് ആ അപ്ലൈ ചെയ്ത ഷെയറിൻ്റെ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ഓർ പ്രൊപ്പോർഷനേറ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. The excess of application money received will be possible to adjust in allotment or call money. ഇപ്പോൾ എക്സസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മണി പ്രോറേറ്റയിലാണെങ്കിൽ റിട്ടേൺ ചെയ്യില്ല, റീഫണ്ട് ചെയ്യില്ല. അത് ഏതിൽ അഡ്ജസ്റ്റ് ചെയ്യും, അലോട്ട്മെൻറ്റ് മണിയിലോ കോൾ മണിയിലോ അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് പറയാൻ. ഓക്കെ. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ശരത് ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each to the public. Application ₹1,3 on allotment, 2 on first call and 4 on second and final call. Applications were received 14,000 shares. All the amount due received except the second call money on 300 shares. എല്ലാ എമൗണ്ടും വിളിച്ചു. പക്ഷേ സെക്കൻഡ് കാൾ വിളിച്ച സമയത്ത് 300 ഷെയർ എടുത്തിരിക്കുന്ന ഒരാൾ അതിൻ്റെ എമൗണ്ട് അടച്ചിട്ടില്ല. പാസ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കേസസ്
വെൻ ആപ്ലിക്കേഷൻ ഫോർ 4000 ഷെയർസ് റിജക്റ്റഡ്, അതായത് എക്സസ് വന്ന 4000 ഷെയർ റിജക്റ്റ് ചെയ്യുന്ന കേസിന് എഴുതണം. വെൻ ഷെയർസ് ആർ അലോട്ടഡ് ഓൺ പ്രോറേറ്റ ബേസിസ്, പ്രോറേറ്റ ബേസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് 1 നമുക്ക് നോക്കാം. അതായത് 4000 ഷെയറിൻ്റെ റീഫണ്ട് ചെയ്യുന്ന കേസാണ്. അപ്പോൾ 10000 ഷെയറിനാണ് നമ്മൾ പബ്ലിക്കിനെ എന്ത് ചെയ്തത്, ഓഫർ ചെയ്തത്. 14000 ആപ്ലിക്കേഷൻ കിട്ടിയതുകൊണ്ട് ആദ്യത്തെ എൻട്രി നമ്മൾ 14000 വെച്ച് എഴുതും. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ 14000 × 1, ആപ്ലിക്കേഷൻ എമൗണ്ട് 1 രൂപയാണ്. 14000 × 1 14000 രൂപ. എന്നാൽ നമ്മൾ ഡ്യൂ ആക്കുന്നത്, അതായത് ക്യാപിറ്റലിലോട്ട് മാറ്റുന്നത് 10000 ഷെയറിനെ മാറ്റത്തുള്ളൂ. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 10000 × 1 10000 എന്ന് എഴുതുന്നു. ഓക്കെ, അടുത്ത നമുക്ക് 4000 ഷെയർ എക്സസ് വന്നത് നമുക്കറിയാമല്ലോ. നമുക്കതെന്ത് ചെയ്യണം, റീഫണ്ട് ചെയ്യണം, തിരിച്ചു കൊടുക്കണം, റിജക്റ്റ് ചെയ്യണം. ഒന്നാമത്തെ കേസ് റീഫണ്ട് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. അപ്പോൾ വരുന്ന എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 4000 × 1 4000 തന്നെ വരുന്നു. അടുത്ത അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്നു. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 10000 ഷെയറിന് എത്ര രൂപ വെച്ചാണ്, 3 രൂപ വെച്ചിട്ടാണ് അലോട്ട്മെൻറ്റ്. അപ്പോൾ 10000 × 3 30000 രൂപ. അടുത്ത റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ്, എമൗണ്ട് മാറ്റമൊന്നുമില്ല, കാരണം അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല അവിടെ. അപ്പോൾ അത് ആ എമൗണ്ട് അതേപോലെ തന്നെ, ഡ്യൂ ആയ എമൗണ്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്നു. അടുത്ത ഫസ്റ്റ് കാൾ മണി ഡ്യൂ ആവുന്നു. ഷെയർ ഫസ്റ്റ് കാൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 10000 ഷെയറിന് 2 രൂപ വെച്ചിട്ടാണ്. ഇപ്പോൾ 10000 ഷെയറിന് 2 രൂപ വെച്ച് 10000 × 2 20000. അത് റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫസ്റ്റ് കാൾ 10000 × 2 തന്നെ 20000. മാറ്റങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ മണി ഡ്യൂ ആകുമ്പോൾ 4 രൂപ വെച്ചിട്ടാണ്. 10000 × 4 40000. അത് റിസീവ് ചെയ്യുമ്പോൾ കോൾസിൻ എറർ ഉണ്ട്. അപ്പോൾ കോൾസിൻ എറർ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്കറിയാം ബാങ്ക് അക്കൗണ്ട് അറ്റർ കോൾസിൻ എറർ അക്കൗണ്ട് അറ്റ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കാളാണ്. അപ്പോൾ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ 40000 രൂപയാണ്. കോൾസിൻ എറർ എന്ന് പറഞ്ഞാൽ 300 ഷെയറിനാണ്. 300 ഷെയറിന് സെക്കൻഡ് കാളിൻ്റെ എമൗണ്ട് എത്രയാണ്, 4 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 300 × 4 1200. 40000 1200 തമ്മിലുള്ള ഡിഫറൻസ് 38800 രൂപ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസ് ക്ലിയർ ആണ്. ഇനി സെക്കൻഡ് കേസ് പ്രോറേറ്റയിലാണ് നമ്മൾ പറയുന്നത്. പഴയ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഷെയർ ആപ്ലിക്കേഷൻ 14000 ഷെയറിന് 1 രൂപ വെച്ച് 14000 തന്നെ എഴുതുന്നു. നമ്മൾ ഡ്യൂ ആക്കുന്നത് 10000 ഷെയറിനേ ഉള്ളൂ. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ 10000 × 1 10000. അടുത്ത അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്നു. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ 10000 × 3 30000. കാരണം ഇവിടെ റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല, കാരണം ഇത് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റീഫണ്ടിൻ്റെ എൻട്രി ഇടാത്തത്. 10000 × 3 30000 തന്നെ. നമ്മളിനി അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് അറ്റർ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ബാങ്ക് അക്കൗണ്ട് അറ്റർ ഷെയർ ആപ്ലിക്കേഷനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം, റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ ആണ് എൻട്രി. ആ ആപ്ലിക്കേഷൻ മണിയാണ് ക്യാൻസൽ ആക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്, ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പ്രോറേറ്റയിൽ ആപ്ലിക്കേഷനെ കൊണ്ട് ഡെബിറ്റ് ചെയ്ത് വെക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് അറ്റർ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഷെയർ അലോട്ട്മെൻറ്റ് പഴയതുപോലെ തന്നെയാണ്. 10000 ഷെയറിന് നമ്മൾ 3 രൂപ വെച്ച് നമ്മൾ എഴുതിയായിരുന്നു, 30000 ഡെബിറ്റ് ചെയ്തു. ആപ്ലിക്കേഷൻ മണി നമുക്കറിയാം എക്സസ് ആയിട്ട് വന്നത് 4000 ആണ്. ആപ്ലിക്കേഷൻ്റെ തുക 1 രൂപയാണ്. അപ്പോൾ 4000 × 1 4000 എഴുതി. അപ്പോൾ 30000 4000 തമ്മിലുള്ള ഡിഫറൻസ് ബാങ്കിലേക്ക് 26000 രൂപ നമ്മൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലേ? എമൗണ്ട് 26000 എഴുതുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രോറേറ്റ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. പ്രോറേറ്റയിൽ നമ്മൾ റീഫണ്ട് ഇല്ല, അത് നമ്മൾ ഏതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് നമുക്കറിയാം റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് ആണെന്നറിയാം. പക്ഷേ ഇവിടെ ആപ്ലിക്കേഷൻ മണിയും കൂടെ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ആപ്ലിക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഏത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ് റിസീവ് ചെയ്തപ്പോൾ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റിനകത്ത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റർ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ഫസ്റ്റ് കാൾ മണി ഡ്യൂ ആവുന്നു. 2 രൂപ വെച്ച് ഷെയർ ഫസ്റ്റ് കാൾ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ 10000 × 2 20000. അടുത്തത് റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫസ്റ്റ് കാൾ 10000 × 2 തന്നെയാണ് 20000 രൂപ. അടുത്ത സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ മണി ഡ്യൂ ആവുന്നു. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 10000 × 4 40000 രൂപ. അടുത്ത ഇനി നമ്മളിത് റിസീവ് ചെയ്യുമ്പോൾ കോൾസിൻ എറർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് അറ്റർ കോൾസിൻ എറർ അക്കൗണ്ട് അറ്റർ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കാൾ 40000 തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നു. 300 ഷെയറിന് 4 രൂപ വെച്ചിട്ടാണ് നമുക്ക് 1200 രൂപ നമുക്ക് എന്ത് ചെയ്യാം, കോൾസിൻ എറിയറിലോട്ട് ഡെബിറ്റ് ചെയ്യാം. ബാലൻസ് 38,800 രൂപ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരികയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.